ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയാലോ. ഈ ഒരു ടവൽ വെച്ചിട്ട് ഒരു ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടെടുക്കാം. ഇതൊരു പഴയ ടവലൊന്നല്ല കേട്ടോ, അധികം യൂസ് ചെയ്യാറില്ല, കുറച്ച് ഒരു കട്ടിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യാത്തൊരു ടവലാണിത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഷോൾഡറാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഷോൾഡർ അറിയാലോ, നമ്മളെ ഈ ഒരു കഴുത്തിൻ്റെ ആ ഭാഗത്ത് വരുന്നത്, അതാണ് ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ്. എൻ്റെ ഷോൾഡർ 14 ആണ് വരുന്നത്. അപ്പം ഞാൻ അതിൻ്റെ പകുതി എന്ന നിലയിൽ ഒരു 7 വരുന്ന രീതിയിൽ ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഷോൾഡർ വരുന്നത് അതിനനുസരിച്ച്. പിന്നെ ആ ഷോൾഡർ മാർക്ക് ചെയ്തതിൻ്റെ താഴത്തേക്ക് ഞാൻ എൻ്റെ ആം ഹോളാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതും എനിക്ക് 14 ആം ഹോൾ വരുന്നത്. സോ ഞാൻ 7 എന്ന നിലയിൽ കുറച്ച് ലൂസിൽ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് 7 എടുക്കുന്നത്. ദെൻ ഞാൻ ആ ഒരു പോയിൻറ്റിൻ്റെ അവിടെയാണ് ചെസ്റ്റ് മാർക്ക് ചെയ്തെടുക്കുന്നത്. എനിക്ക് ചെസ്റ്റ് ഒരു 33 ആണ് വരുന്നത്. സോ ഞാൻ അതിൻ്റെ പകുതി എന്ന നിലയിൽ കുറച്ചുകൂടി ലൂസും കൂടി ആഡ് ചെയ്തിട്ട് ഞാനൊരു 9 ആണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഒരു പോയിൻറ്റും ആം ഹോളും തമ്മിൽ ഒന്ന് കേർവ് ചെയ്തിട്ട് എടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ കട്ട് ചെയ്യുന്നത് ആം ഹോളിൻ്റെ ആ ഒരു പോർഷനാണ്. അതായത് കുറച്ചൊരു സീം അലവൻസ് ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. കാരണം ഒന്നാമത് നല്ല കട്ടിയുള്ള ക്ലോത്താണ്. അപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ മടക്കി തയ്ക്കുന്ന സമയത്ത് അവിടെ ഭയങ്കരമായിട്ട് ഒരു കട്ടി ഫീൽ ചെയ്യും. അപ്പോൾ അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു രീതിയിൽ സീം അലവൻസ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഒരൊറ്റ സിംഗിൾ ഫോൾഡിങ്ങിൽ തന്നെ വരുന്ന രീതിയിൽ. പിന്നെ ഞാൻ നെക്കിൻ്റെ പോർഷനാണ് കട്ട് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ അടിയിൽ ഓൾറെഡി ഞാനൊരു കേർവ്ഡായിട്ട് വരുന്ന ഒരു റാ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു സൈഡും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ. ഞാൻ കുറച്ചിങ്ങനെ കയറി വരുന്ന രീതിയിൽ, റാ പോലെ വരുന്ന രീതിയിൽ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ആം ഹോള്, നെക്ക് ആ സൈഡിൽ വരുന്നത്, ഏറ്റവും താഴെ വരുന്നത് ടോപ്പിൻ്റെ എൻഡ് സൈഡ്. ഇതുണ്ടോ, ഇതിങ്ങനെ നിവർത്തി ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇങ്ങനെ ഫ്രണ്ട് പോർഷനാണിത്. താഴെ ടോപ്പിൻ്റെ എൻഡ് വരും, മുകളിൽ നെക്ക്, സൈഡിൽ ആം ഹോള്. എന്നിട്ട് ഞാൻ സ്ലീവ് കൂടെ ജസ്റ്റ് ആ ഒരു ആം ഹോളിൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് ഇതൊരു ചെറിയൊരു ട്രിക്കാണ് കേട്ടോ. അതായത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ടോപ്പ് ഉണ്ടല്ലോ, അതിങ്ങനെ സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ ആ ക്ലോത്ത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ആം ഹോളിൻ്റെ ആ ഒരു പോർഷൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് നമ്മൾ കട്ട് ചെയ്യുക. ദെൻ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ വലിയ തരക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടും. പക്ഷേ പ്രോപ്പർ മെത്തേഡ് അതല്ല, ഒരു തട്ടിക്കൂട് സെറ്റപ്പാണ് അങ്ങനെ രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തും, ബാക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം ആം ഹോളും നെക്കും ടോപ്പിൻ്റെ എൻഡും മാർക്ക് ചെയ്തും. ഇവിടെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഫ്രണ്ട് പോർഷനിൽ ഞാൻ കേർവ്ഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല ടോപ്പിൻ്റെ എൻഡ്. ബാക്ക് പോർഷനിൽ ഞാൻ കേർവിങ് കൊടുത്തിട്ടില്ല. സാധാരണ നോർമൽ രീതിയിൽ നമുക്ക് എത്ര ലെങ്ത്താണോ വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് എടുക്കുക ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ബാക്കിലിരിക്കുന്ന ഫ്രണ്ടും അതിന് മുന്നിലിരിക്കുന്നത് അതിൻ്റെ ബാക്കിലിരിക്കുന്ന അതിൻ്റെ ബാക്കും ഫ്രണ്ടിലിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. എന്നിട്ട് സ്ലീവും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഇത് കട്ടിയുള്ള ക്ലോത്ത് ആയതുകൊണ്ട് ഞാൻ നെക്കും ആം ഹോളൊക്കെ ജസ്റ്റ് ഒരു സിംഗിൾ ഫോൾഡിങ്ങേ കൊടുത്തിട്ടുള്ളൂ. ദെൻ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ട് ബാക്കി എല്ലാ പോർഷനും ഇങ്ങനെ നൂല് പിന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് കാണണ്ടേ. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ അടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടാൽ നമുക്കങ്ങനെ ഈ ടവൽ വെച്ച് ചെയ്താണെന്നുള്ളൊരു ഫീല് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയുണ്ട് കാണാൻ? ആക്ച്വലി സത്യമായിട്ടും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഒരു വേറെ ലുക്കായില്ലേ, എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ, ഇനി എന്തെങ്കിലും ഡൗട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ ഞാനത് ആഡ് ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് കൂടെ ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ ഓക്കെ, ബൈ. വേറെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബാക്കൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ടല്ലേ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.